നമസ്കാരം, മമ്മിയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് നാൻ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ഗ്ലാസ് തൈര്, 1/2 ഗ്ലാസ് ചെറു ചൂടുള്ള പാൽ, ഇത്രയും എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, പഞ്ചസാര. ഇനി കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ്. ബാക്കി ഓയിലും നമ്മൾ ഈ കുഴയ്ക്കുന്നതിനിടയിൽ ഒഴിക്കണം കേട്ടോ. ഈ തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ ഗോതമ്പ് പൊടി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ പാലും തൈരും ഒക്കെ അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഈ പാലൊഴിച്ചിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാലിന് പകരം വെള്ളവും എടുക്കാം കേട്ടോ. പക്ഷേ പാലാണ് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഒരു 5-6 മിനിറ്റെങ്കിലും എടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇടയ്ക്ക് നമുക്ക് ആ ബാക്കിയിരിക്കുന്ന ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം. ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടെ പുരട്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. മാവൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഈ മാവിന് നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഇതിങ്ങനെ അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന നാനൊക്കെ ഓവൽ ഷേപ്പിലാണല്ലോ. ഇതിപ്പം ചപ്പാത്തി റൗണ്ടായിട്ട് പരത്തുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അല്ലാത്തവർ പരത്തുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓവൽ ഷേപ്പിലായിക്കോളും. സാധാരണ ചപ്പാത്തി പരത്തുന്നതിലും ഇച്ചിരി കട്ടിക്കാണ് ഇത് പരത്തിയേക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഞാനിവിടെ കുറച്ച് മല്ലിയിലയും വെളുത്തുള്ളി ചതച്ചതും എള്ളും എടുത്തിട്ടുണ്ട്. എള്ള് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും വെളുത്തുള്ളി ചതച്ചതും അവിടെ ഇവിടെയായിട്ടൊക്കെ വെക്കാം. കുറച്ച് എള്ളും വിതറാം. ഇനി മല്ലിയിലയുടെയും വെളുത്തുള്ളിയുടെയും സ്വാദിഷ്ടം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. എന്നിട്ടൊരു റോളർ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. അതവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ. ഇതുപോലെ നമുക്ക് എല്ലാ നാനും റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു അയൺ പാൻ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. നമ്മൾ പരത്തി വെച്ചിരുന്ന നാന് കയ്യിലെടുത്തിട്ട് അതിൻ്റെ മറ്റേ സൈഡിൽ ഇതുപോലെ വെള്ളം തേച്ച് കൊടുക്കണം. കൈ കൊണ്ടും തേച്ച് കൊടുക്കാം. നന്നായിട്ട് വെള്ളം തേച്ച് കൊടുക്കണം. എന്നിട്ട് ചൂടായ പാനിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഇതിനടിയിൽ ഇങ്ങനെ വെള്ളം തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് പാനിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടോ, കുമ്പളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നിറച്ച് കുമ്പളകളുമായിട്ട് അതുപോലെ ഇവിടെ ഈ ഭാഗം കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമുക്ക് ഈ പാനൊന്ന് മറച്ച് വെച്ചിട്ട് ഈ നാൻ വേവിച്ചെടുക്കണം. അതായത് ഡയറക്റ്റ് ഫ്ലെയിം അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം. നമുക്കിനി ഇത് മറച്ച് വെക്കാം. ഇതിങ്ങനെ പതുക്കെ അനക്കിക്കൊണ്ടേയിരിക്കണം. അല്ലാന്ന് വെച്ചാൽ ഒരു പൊസിഷനിൽ മാത്രം വെച്ചാൽ ആ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ, അത് വെന്തിട്ടുണ്ടോ കരിഞ്ഞു പോയോ എന്നുള്ളത്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതാക്കി എടുക്കാം. കണ്ടോ, ഞാൻ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ അടിവശം കണ്ടോ, ഇവിടെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലേക്ക് ബട്ടർ തേക്കാം. അപ്പം ബട്ടർ ഗാർലിക് നാൻ റെഡി. ഞാനുണ്ടാക്കി അടുത്ത് ഞാൻ ആ പാത്രത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ ആ പാത്രം ഒന്ന് നനഞ്ഞൊരു തുണി വെച്ചൊന്ന് തുടച്ചു കൊടുക്കണം. നമുക്കിത് ഫ്രൈങ് പാനിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഫ്രൈങ് പാൻ ഇങ്ങനെ കമത്തുമ്പോൾ അതങ്ങ് വിട്ടുപോകും. ഇനിയിപ്പോൾ ഫ്രൈങ് പാനിൽ ചെയ്തിട്ട് ഇതാ ഈ ഒരു പരുവമാകുമ്പോഴത്തേനും, അതായത് അതിൽ നിന്ന് മറുവശം കാണിക്കാൻ നേരം അത് അതിൽ നിന്ന് എടുത്തിട്ട് ഫ്ലെയിമിൽ കാണിച്ചാൽ മതിയാവും. ഇനി അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിൽ തന്നെ തിരിച്ച് വെച്ചും ചെയ്യാം. പക്ഷേ ഒരു തന്തൂരി നാനിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. മൈദ വെച്ചിട്ടുള്ള നാനിന് പകരം ഇനിയിപ്പോൾ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നാൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.